നീ എന്നെ വെൽഡ് ചെയ്യണോ? ഇടി വെട്ടി മഴ പെയ്യും ഇന്ന് ഉറപ്പാ. വെൽഡ് ചെയ്തതല്ല, നമ്മൾ കഴിഞ്ഞ വിഷുവിന് മേടിച്ച കുറച്ച് പടക്കയില്ലേ, അതിൽ കുറച്ച് കമ്പിത്തിരി മിറ്റുണ്ടോ കത്തിക്ക്. വേറെ പണിയൊന്നുമില്ലല്ലോ. എടാ മാറല്ലേ, മാറല്ലേ. ഞാൻ പടക്കം പൊട്ടിക്കൂല. ഞാൻ പടക്കം പൊട്ടിക്കൂല. നീങ്ങിക്കടാ. നിന്റെ നെറ്റിയാലും ഒരു പഴുതാരി. അയ്യോ അയ്യോ, അടിക്കല അടിക്കല. അത് പഴുതാര അല്ലത്, അതിനല്ലേ കട്ടിലിന്റെ വക്കു കൊണ്ടതാ. അതെങ്ങനെ നിന്റെ കട്ടിലിന് വക്കുവാണല്ലോ? ആശാൻ സാധാരണ എന്നെ ഈ വർക്ക്ഷോപ്പിൽ വണ്ടിയിൽ അടിയിട്ടാണല്ലോ പണിയിക്കണത്. വീട്ടിൽ ചെന്നാലും ഞാൻ കട്ടിലേ കിടക്കൂല. ഭാര്യനെ മേളിൽ കിടന്നിട്ട് ഞാൻ കട്ടിൽ അടിയിൽ കയറി കിടക്കും. ഇന്നലെ രാവിലെ ഒരു സ്വപ്നം, ആശാൻ എടാ 8:10 സ്പാനർ എടുക്കണമെന്ന് ഇങ്ങനെ അലറി വിളിക്കണം. ഞാൻ ചാടി എഴുന്നേരപ്പോ കട്ടിലിന്റെ വക്കിട്ട് ഒറ്റയടി 8ന്റെ പണി കിട്ടി. എന്റെ പൊന്നോ. ആർമിച്ചർ വല്ലതും മേടിച്ചാർന്നോ? ആർമിച്ചർ മേടിച്ച് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. കുപ്പിയും വെള്ളം എടുത്താൽ നമുക്ക് അടിക്കാം. എന്റെ ദൈവം, ആർമിച്ചർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ആർമിച്ചറാന്നോ? ആശാനെ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ആരാ? ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. തിരക്ക് കാണിച്ചു, തിരക്ക് കാണിച്ചു, തിരക്ക് കാണിച്ചു. തിരക്ക് കാണിക്കാൻ പറഞ്ഞു നീ കൊണ്ടു. പിന്നെ എന്തെങ്കിലും സാധനം തിരക്കല്ല, തിരക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ല അങ്ങോട്ട് പിടിക്കല്ലേ, തള്ളല്ലേ. ഭയങ്കര അർജന്റാന്ന് ഇവിടെ ഓരോ കാര്യം ചെയ്ത്. തിരക്കാണോ? അതെ, ഇവിടെ ചെറിയ പണി എന്തെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയണേ. ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കാണ്. പണിയാന്ന് തിരക്കാന്ന് പറഞ്ഞ നീയാണോ തീരുമാനിക്കണ തിരക്കാന്ന്? അല്ല, നമ്മൾ തിരക്കാണല്ലോ. ചേട്ടാ, ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. വഴിക്ക് വെച്ച് വണ്ടി ഒന്ന് ഓഫായി, ഒന്ന് നോക്കണം. നോക്കാലോ. സ്റ്റാർട്ടാവുന്നില്ല. ഇതിന്റെ സ്റ്റാർട്ടറാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ശരിയാക്കിയ. പിന്നെ മാഡം എന്തോ എന്താ ജോലിയൊക്കെ? എഞ്ചിനീയറിംഗ് കെട്ടങ്ങളോ പണിയാണല്ലോ ഇപ്പൊ. കെട്ടങ്ങളൊക്കെ ശരിയായില്ലേ? ശരിയായോ? ശരിയായിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി. സ്റ്റാർട്ടായില്ലെങ്കിൽ പണി. കൺഗ്രാജുലേഷൻ. എത്ര പൈസ? എത്രയായി? ഇത് 500 രൂപ. 300? അല്ല, 500 രൂപയാണ്. എന്നാ ആശാനെ കസ്റ്റമേഴ്സ് വരുമ്പോ ഇത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണത്? നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? 1000 രൂപയുടെ പണി ചെയ്താ 500 രൂപയ്ക്ക്. എന്നും ആൾക്കാർ വരണ്ടടാ ഇങ്ങോട്ട്. ഓക്കെ. 500 ഇല്ല ചേട്ടാ, വലിക്കോ? ഞാൻ വലിക്കല്ല, അവൻ വലിക്കും. കാർഡ് എടുക്കുന്നു. കാർഡ് എടുക്കാൻ ഞാൻ എന്നെ കാട്ടുകോഴിയോ? അതല്ലേ ATM കാർഡ് വെച്ച് പൈസ എടുക്കും. ATM കൗണ്ടർ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ 2.5 കിലോമീറ്റർ പോകണം. എന്നാ ഞങ്ങൾ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വരാം ചേട്ടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോകണ്ട. ഒരാൾ ഇവിടെ നിന്നിട്ട് ഒരാൾ പോയി പൈസ എടുത്തോണ്ട് വന്ന് അടുത്ത ആളെ കൊണ്ടാ പോയാ. ഒരു കാര്യം ചെയ്തോ, താൻ പോ. പുള്ളിക്കാരത്തി വിളിക്കട്ടെ. ഞാൻ സ്കൂട്ടർ ഓടിക്കത്തില്ല. ലൈസൻസ് ഇല്ല. സ്കൂട്ടർ ഇവിടെ ഓടിക്കും. എന്നാ ഒരു കാര്യം ചെയ്യേ, ഈ ഇവൻ ഇവിടെ കേട്ടെ. അതെ, നീ ഇവിടെ നിൽക്കേ. ഞാനോ ഇങ്ങോട്ട് മാറിക്കണം. നീ പോയി പൈസ എടുത്തിട്ടോ. പൈസ എടുത്തിട്ടോ. ചെല്ലേ, പൈസ എടുത്തിട്ട് വേഗം പറഞ്ഞേ. ഞാൻ വേഗം പോയിട്ട് വരാം. സൂക്ഷിച്ചോട്ടോ. അവിടെ പോയി ഇരി ചേട്ടാ. നമ്മൾ അങ്ങനെയൊന്നുമില്ല, കസ്റ്റമേഴ്സ് വരുമ്പോൾ മാന്യമായിട്ട് പെരുമാറുന്ന അവിടെ പോയിരിക്കും. കേട്ടോ. എടാ, ആ 12ന്റെ സ്കൂട്ടറും കിടത്തേ. 12ന്റെ അതെ, ഒന്ന് വിളിച്ചു നോക്ക്. ആരാ? അവരൊന്ന് വിളിച്ചു നോക്കി. ATM എത്തിയോ, പൈസ എടുത്തോ, അവിടെ വരുമോ? ഫോണുണ്ട്. എന്തിനാന്ന് ഒരു വേഗം വിളിക്കാം. അതായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കും. അതഴിച്ചു. അതെ, ATM-ന്റെ തുളക്കകത്ത് മറ്റേ ATM കാർഡ് പൊട്ടിപ്പോയി. വേറെ ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങിച്ചോട്ട് വരും. ദൈവമേ, പൈസ എവിടെന്നെങ്കിലും മേടിച്ചോണ്ട് അവിടെ ഇരിക്കും. പൈസ വാങ്ങിച്ചോട്ട് വരും. പൈസ വരും. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ്. വണ്ടി ഒന്ന് നോക്കണമായിരുന്നു. പിന്നെ എന്താ നോക്കാലോ. നമ്മളൊരു വണ്ടി നോക്കുക എന്ന് പറഞ്ഞാലേ എവിടെ പോകുന്നു? വണ്ടി നോക്കാൻ. വണ്ടി ഏതാണ്, കംപ്ലൈന്റ് എന്താണെന്ന് അറിയാണ്ട് പോയി നോക്കുന്നത് എന്താണ്? ഏത് വണ്ടിയാണ് സാർ? ബെൻസ് ആണ്. പിടിച്ചു നിക്കണം. ആശാൻ ബെൻസ് എന്ന് കേട്ടാൽ ഈസിയാണ് പുള്ളിക്ക്. അല്ല, ബെൻസിന് എന്താ കംപ്ലൈന്റ്? എന്താ ബെൻസിന് എന്ന് പറഞ്ഞാൽ വൈപ്പർ ഒന്ന് ജസ്റ്റ് ഒരു ലൂസാണ്. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് അല്പം ലൂസാണ്. പിന്നെ ഡോർ തുറക്കുമ്പോ എന്തോ ഒരു ജർക്കിംഗ്, ഒരു കരകര ശബ്ദം തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഉണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോ 10:30 എത്തിയാൽ മതി. അവിടെ ചെല്ലുന്നതിനും ഞാൻ ഓർത്തില്ല, ഫയൽ എടുക്കാൻ മറന്നുപോയി. നേരെ ഞാൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടിരിക്കുന്നു വീട്ടിലേക്ക്. അപ്പൊ ഡ്രൈവർ ആ വണ്ടി കൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അതെ. സാർ ഇരിക്കേ. ഒന്ന് വിളിച്ചാ. ഒന്ന് വിളിച്ചാ വിളിക്കുവാ.
ഇല്ലെന്നേ എന്നിട്ട് പൈസ കിട്ടുമ്പോ ഇരിക്കാ അല്ല, ഞങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ മാന്യമായിട്ട് ഡീൽ ചെയ്യാറുണ്ട്. ആശാന്റെ പ്രത്യേകത്തിലുള്ള ഇതാണത്. ശരി ശരി ശരി. ഓക്കെ സാർ. അല്ല അതെ വൈപ്പർ മേടിക്കണം. ബെൻസിന്റെ വൈപ്പർ. ബെൻസിന്റെ വൈപ്പറിന് ഒരു 35,000 രൂപ ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. അത് നീ എന്നങ്ങ് പറഞ്ഞാൽ മതി. ബെൻസിന്റെ വൈപ്പർ എന്ന് പറഞ്ഞാൽ മതി. അല്ല, സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടുന്ന് പൈസ കിട്ടുമ്പോൾ കൊണ്ട് കൊടുക്കാനുള്ള. അതെ അതെ. സാറേ, ഞാൻ വൈപ്പർ മേടിക്കാനായിട്ട് വേണം. സാർ കുടിക്കാൻ എന്തെങ്കിലും? ഇല്ല, നോ താങ്ക്സ്. ഇല്ല സാർ, ഒരു ജ്യൂസ് എങ്കിലും കുടിക്കണം. ഒരു ജ്യൂസ് എങ്കിലും കുടിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ജ്യൂസ്, ഒരു ഗ്രേപ്പ് ജ്യൂസ് എടുത്തു. ഗ്രേപ്പ് കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെ മുന്തിരി കിട്ടാനും മേടിച്ചോണ്ട് വരാം. ഓക്കെ ഓക്കെ. അല്ല എനിക്ക് ഫെസിലിറ്റി കിട്ടിയില്ല. എടാ 8ന്റെ സ്പാൻഡർ ഇങ്ങ് എടുത്തടാ. ആരോടാ? നിന്നോടാ പറഞ്ഞ ഇങ്ങ് എടുത്തേ. 8ന്റെ സ്പാൻഡർ ഞാൻ എടുക്കണോ? നീ എടുക്കടാ അങ്ങോട്ട്. ഇതാണോ? വേഗം കൊണ്ടുപോ ഇങ്ങോട്ട്. ഇതാണോ? ഇതാണോ 8ന്റെ സ്പാൻഡർ? എടുത്തോട്ട് പോണം. സ്പാൻഡർ ഉണ്ടാക്കാനായിട്ട് പോകുന്നു അല്ലേ? ഇതാണോ? ഇതാണ് സാധനം. ആണോ? പണി സാധനം നിലത്തേക്ക് എറിയുമോ? പണി സാധനം നിലത്തെറിയുമോ? അത് ഞങ്ങളുടെ അന്നമല്ലേ? അന്നം പുറത്തേക്ക് എറിയുമോ? വേഗം സാധനം എടുത്തു വെക്കണം അല്ലേ? എക്സ്ക്യൂസ് മീ, എന്താണൊരു കശപിശ? കശപിശി അല്ലെന്ന്, ആര് പണിയടിക്കുകയല്ലെന്ന്. വേഗം വാ ചണ്ടി തീരാറായി. വാ വൈപ്പർ എടുത്തിട്ടുണ്ട്. ബെൻസ് വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. സാർ, ജ്യൂസ്. അയ്യോ, കുറച്ച് മതിയായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. എനിക്ക് പകുതി തരാൻ പറ്റായിരുന്നു. എനിക്ക് കിട്ടിയ ഞാൻ വിടുവോ? ഇറ്റ്സ് ക്വൈറ്റ് വെരി നൈസ്, വെരി നൈസ്. തമാശ ഇംഗ്ലീഷിലെ തമാശ. ഓ മൈ ഗോഡ്. ഇല്ല സാർ, ഒരു കാര്യം ചെയ്യ്. നീ അത് ശരിയാക്ക്. ഇതിനകത്ത് കയറ്റി വെക്കാനുള്ള ബുഷും കാര്യങ്ങളും അത് ഞാൻ ശരിയാക്കി. നീ ഒരു കാര്യം ചെയ്യ്. ആ സാധനം എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേ. ഇതാ ബക്കറ്റിൽ കിടക്കുന്ന സാധനം ക്ലീൻ ചെയ്യണം. ഞാനോ? എടാ 8ന്റെ എടാ ആ 12-10 സ്പാനർ എടുത്തടാ. 12-10 ഞാൻ എവിടെയാണ് വെച്ചത് എന്റെ ദൈവമോ? 12-10 സ്പാനർ 12-10 അല്ലേ? 12-10 അല്ലേ? 12-10 ഇത് കറക്റ്റ് ആണ്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. അത് കഴിഞ്ഞെങ്കിൽ അടുത്ത പണിയിലേക്ക് കൊടുക്കും. എന്നാ അതിന്റെ അകത്ത് ആ സാധനം എല്ലാം എടുത്ത് ആ പെട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് ഇട്ടോ. ആ ടയറിന്റെ അകത്ത് കിടക്കുന്ന സാധനം. എക്സ്ക്യൂസ് മീ. വാഷ്റൂം എവിടെയാണ്? വാഷറല്ല, വാഷ്റൂം, ടോയ്ലറ്റ്. അത് സാർ ബാക്കിലാണ്. പിന്നെ അത്ര കണ്ടീഷൻ അല്ല, ചെറിയൊരു. നോ പ്രോബ്ലം. ഓക്കെ. എടാ ഒന്ന് വിളിച്ചടാ. വിളിച്ചേ നീ. ഫോൺ എടുക്കത്തില്ല. വരുവാ. പിന്നെ കോളടിച്ച് 35,000 രൂപ. പണിക്കാർക്ക് 10 രൂപ. നിന്നോട് ആരാണ് ഈ സാധനം എടുത്ത് താഴോട്ട് ഇറക്കി വെക്കാൻ പറഞ്ഞത്? നമ്പർ പ്ലേറ്റ് മാറ്റാൻ പറഞ്ഞോടത്ത് എഞ്ചിൻ ഇറക്കി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് മാറ്റാൻ പിന്നെ എഞ്ചിൻ അടിക്കണ്ടേ? എഞ്ചിന്റെ ബാക്കിൽ നിന്ന് സ്ക്രൂ എല്ലാറ്റിനും ഇടയിൽ കൂടെ പിന്നെ ഞാൻ കയറ്റുവോ? സ്ക്രൂ ഡ്രൈവർ എഞ്ചിൻ അടിക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞു? ഞാൻ എഞ്ചിൻ അടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? പ്രശ്നം ഇതൊക്കെയാണ്. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഭവം ചെയ്യുമ്പോൾ ജോലിക്കാരെ കൊണ്ടാണ് പ്രശ്നം. കേട്ടോടാ പറഞ്ഞ. ശരിക്കും പറഞ്ഞ കഴുത്തെ പിടിച്ച് ഞെരിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഞങ്ങളൊക്കെ ജീവിക്കണ്ടേ? ഒരു പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോകുന്നല്ലേ? എന്താണ് അത്ര ഒരു ഉത്തരവാദിത്തമില്ലാതെ കരണക്കുറ്റം നോക്കി അടിച്ചാണല്ലോ നിന്നെയൊക്കെ. സാറ് പറഞ്ഞ കേട്ടോ. അല്ല, എനിക്കില്ലേ അതിന്റെ ഞെരിച്ചും പിടിച്ച് ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. കണ്ടോ? അതിനോ ഇല്ല, നോ എക്സ്ക്യൂസ്. ഓക്കെ, ഇല്ല. നീ ഇപ്പൊ എവിടെയാണുള്ളത്? ഫോൺ ചെയ്തു. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ ജസ്റ്റ് വിടന്നേ. വിട്ടാ നീ ഇടിക്കും എന്നെ. ഇടിക്കും. ഇടിക്കും നീ. ഇടിക്കാതെ വിടാ. സത്യം ചെയ്യ. സത്യമായിട്ട് ഇടിക്കല. അമ്മയാണ് സത്യം. അമ്മയാണോ സത്യം? ഇടിക്കല. അമ്മയെ പിടിച്ച് സത്യം ചെയ്തോ? അതുകൊണ്ട് മാത്രം. അച്ഛനെ
എവിടെയാ വെക്കണ്ടേ? എവിടെയാ വെക്കണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുവെക്ക്. ക്ലീൻ ചെയ്തല്ലേ? ഇങ്ങോട്ട് എവിടെയാ വെക്കണ്ടേ? അവിടെ വെച്ചോ. എവിടെ? കാശ് വന്നു. അയ്യോ എന്റെ ദൈവമേ, ഇതെന്തോ ഞാൻ ഈ കാണുന്നേ? ഇതെന്തോ ഞാൻ ഈ കാണുന്നേ? പൈസ കൊടുക്കാത്തോണ്ട് മര എന്നെ പണിപ്പിക്കായിരുന്നു എന്താ കണ്ടോ? കരയണുണ്ടോ? എന്നെ പണി എടുപ്പിച്ച കണ്ടിട്ട് കരയണുണ്ടോ? സോറി ചേച്ചി പ്ലീസ്. പണിയെടുത്തിട്ട് കരയിപ്പിച്ചല്ല, ഇങ്ങനെ ഒരു പ്ലാവില പോലും എടുത്ത് മറിച്ചിടത്തില്ല. അറിയാമോ, ഇന്നാണ് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇയാൾ പണിയെടുക്കുന്നത് കാണുന്നത്. അതിന്റെ ആനന്ദ കണ്ണീരാ എനിക്ക്. പിടിക്ക് ആശാനെ, ഇതൊന്ന് മേടിച്ചേ. ദക്ഷിണ. ഞാൻ എന്നാ ചെയ്യണം? നാളെ രാവിലെ ഈ ഷർട്ടും ഈ പാൻറ്റും ഇട്ടോണ്ടെങ്കിൽ വന്നേക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആശാന് ദക്ഷിണ കിട്ടിയല്ലോ. അങ്ങനെ ആശാനൊരു ആശാനായി. സാറ് അങ്ങ് പോയിട്ട് പോരാന്ന് പറഞ്ഞു, വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു. കാര്യം ചെയ്യാം, അതിനൊരു സാധനം മേടിച്ച് നമുക്ക് അടിക്കാം. 6 മിച്ചർ ബാക്കി ഇരിക്കണം, അതുകൊണ്ടാ പറഞ്ഞത്. അതല്ല സാറേ വണ്ടി. ഞാൻ അവിടെ ചെല്ലുമ്പോ സൈഡിൽ അവൻ AC ഇട്ട് സുഖിച്ച് കിടക്കുന്നു ഡ്രൈവർ. ഞാനിങ്ങെടുത്തോണ്ട് പോന്നു. വണ്ടി പുറകെ ഉണ്ട്. കബീർ, get down. കബീർ, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. കബീർ ഇറങ്ങി വാ. സുഖിച്ചു പോയ കബീർ, വഴിവക്കിൽ AC ഇട്ട് കിടക്കാൻ എന്റെ വണ്ടിയാണിത്. നിനക്ക് സൂഹിക്കാൻ മേടിച്ചതൊന്നല്ല. ഷട്ട് അപ്പ്. ലോക്ക് തുറ. ലോക്ക് തുറക്കാൻ. കബീർ സംസാരിക്കും. നിങ്ങൾ ഒരു വിഷയം ഇവിടെ ഉണ്ടാക്കണ്ട. കബീർ വാട മോനെ. അടങ്ങുന്നില്ല. ഇറങ്ങി വാടാ. നിന്നെ ഞാൻ ഒരു കുഴപ്പമില്ല. നോ പ്രോബ്ലം. യു ക്യാരി ഓൺ. വൈപ്പർ ആൻഡ് ബ്രേക്ക് പാഡ്. പിന്നെ ഡോറിന്റെ കടകടാൻ ശബ്ദം. ഓക്കെ യു ടേൺ. അവനെ ഇരുത്തി പണിയിപ്പിച്ചാൽ മതി. ആശാനെ, ഇവന്റെ റിലേ പോയതാ. നമുക്കൊരു കാര്യം ചെയ്യാം. ആ 3 ഫേസ് ലൈനിൽ ഒരു കണക്ഷൻ കൊടുത്തിട്ട് അവന്റെ അണ്ണാക്കി കുത്തിക്കറ്റി അവന് ഷോക്ക് കൊടുക്കാം. എടാ ഇവനല്ല ഷോക്ക് കൊടുക്കണ്ടേ. 35,000 രൂപ കടം വെച്ച് വെച്ച എനിക്കാണ് ഷോക്ക്.